ഹലോ എവ്രി വൺ, വെൽക്കം ടു എജുഫിക്സ് അക്കാദമി. അപ്പോൾ ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ MMPG 002 എന്ന സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, MMPG 002 സബ്ജക്ട് നെയിം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ നെയിം. ഈ സബ്ജക്റ്റിൽ 4 ബ്ലോക്ക് വരുന്നുണ്ട്. ബ്ലോക്ക് 1 നെയിം വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ബ്ലോക്ക് 1-ൽ 3 യൂണിറ്റ് ആണുള്ളത് നമുക്ക് പഠിക്കാൻ. ഫസ്റ്റ് യൂണിറ്റ് കൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് HRM, സെക്കൻഡ് യൂണിറ്റ് ഫങ്ഷൻസ് ഓഫ് HRM, തേർഡ് യൂണിറ്റ് എൻവയോൺമെന്റ് ആൻഡ് HRM. അതേപോലെ ബ്ലോക്ക് 2-ൽ 4 യൂണിറ്റ് ഉണ്ട്. ബ്ലോക്ക് 3-ൽ 4 യൂണിറ്റ്, ബ്ലോക്ക് 4-ൽ 3 യൂണിറ്റ്. അങ്ങനെയാണ് ബ്ലോക്ക് വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് നെയിമാണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിൽ യൂണിറ്റ് 1 കൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് HRM ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസറ്റ് എന്ന് തന്നെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ പറയാൻ പറ്റും. അവിടുത്തെ മാൻ പവറിന്, അതായത് അവിടുത്തെ എംപ്ലോയീസ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് ആ ഒരു ഏത് സെഷനിലായിക്കോട്ടെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അവരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള ഒരു സ്റ്റഡിയാണ് ഈ HRM എന്നുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഡിസിപ്ലിൻ ആയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അതായത് ഒരു എന്താണ് ഒരു വിഷയം പോലെ നമ്മൾ ആ ഒരു റിസോഴ്സിനെ, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. അത് എന്താണ് അതിന്റെ കൺസെപ്റ്റ്, ഹ്യൂമൻ റിസോഴ്സസിന്റെ നീഡ് എന്താണ്, അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷനിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു HRM എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് അല്ലെ. അത് ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സസിന് അവരുടെ ഓർഗനൈസേഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഹ്യൂമൻ റിസോഴ്സസിനെയാണ് അവർ അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെ അപ്പോയിന്റ് ചെയ്ത ആളുകളെ ഡെവലപ്പ് ചെയ്യുക. അവരുടെ ഓർഗനൈസേഷനനുസരിച്ചിട്ട് അതിന്റെ ക്വാളിറ്റിനനുസരിച്ച് അവരുടെ ക്വാളിറ്റീസ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ ഓർഗനൈസേഷനിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഈ HRM-ലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു പ്രീ സെറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കും, പ്ലാൻസ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹം ആ ഒരു മാനേജർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്താലാണ് അദ്ദേഹത്തിന്റെ ഗോള്, അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ ഗോള് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്മൂത്ത് ആയിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മാനേജർ, ഇപ്പോൾ നമ്മൾ MBA സ്റ്റുഡൻസ് ആണ്, അപ്പൊ നമുക്ക് മാനേജർ എന്നായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഓക്കെ, MBA പഠിക്കുന്നത് നമ്മളൊരു ഒരു മാനേജർ പോസ്റ്റിലേക്കാണല്ലോ. അപ്പോൾ ആ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനിൽ പ്രിസെറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിയുക എന്നുള്ളത് ഒരു മാനേജറിന് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 1 ഡീൽ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്.
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. അതിൽ മൂന്ന് യൂണിറ്റ് ആണ്. യൂണിറ്റ് 1 കൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് HR, ഫങ്ഷൻസ് ഓഫ് HR, എൻവയോൺമെന്റ് ആൻഡ് HR. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ യൂണിറ്റ് 1 കൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ, അതായത് കൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് HRM എന്നുള്ള യൂണിറ്റിൽ വരുന്ന ടോപ്പിക്സ് ആണ്. വാട്ട് ഈസ് HRM? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എവല്യൂഷൻ ഓഫ് HRM, ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM, ഇമ്പോർട്ടൻസ് ഓഫ് HR, ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, എവല്യൂഷൻസ്, സ്കോപ്പ് ഓഫ് HRM, നേച്ചർ ഓഫ് HRM, കമ്പോണൻസ് ഓഫ് HRM. ഇത്ര 7 ടോപ്പിക്സ് ആണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ് ആണ് അല്ലെ. ഒരു ഓണ്ടർപ്രണർ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ ഒരു ബിസിനസ് മാനേജ്മെന്റിനെ, അതിന്റെ സ്ട്രക്ചറിനെ ഡിവൈഡ് ആ ഒരു മാനേജ്മെന്റിന്റെ സ്ട്രക്ചറിനെ 5M ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 5Ms എന്ന് ഉദ്ദേശിക്കുന്നത് മണി, മാൻ പവർ, മെഷീൻസ്, മെറ്റീരിയൽ ആൻഡ് മെത്തേഡ്. ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. അതായത് അവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷന്റെ ആ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് മണി, മാൻ പവർ, മെഷീൻ, മെറ്റീരിയൽ ആൻഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളെയാണ്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് M എന്നുള്ള ലെറ്ററിലാണ് അല്ലെ. മണി, മാൻ പവർ, മെഷീൻ, മെറ്റീരിയൽ, മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് M വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് 5M എന്ന് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് മാനേജ്മെന്റിന്റെ 5Ms എന്താന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് പറയാം മണി, മാൻ പവർ, മെഷീൻ, മെറ്റീരിയൽ ആൻഡ് മെത്തേഡ്. മണി എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻസ്. ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഫിനാൻസ് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതൊരു ഫസ്റ്റ് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഫാക്ടറാണ്. അടുത്തത്, ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് മാൻ പവർ, എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സ്, ഇവ അത്യാവശ്യമാണ്. അതൊരു വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസിനെ കണക്കാക്കുന്നത്. അതായത് മറ്റ് ഫാക്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഫാക്ടറാണ് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് മെഷീൻസ് എന്താ നമുക്കറിയാം. അതിന്റെ ആക്സസറീസ് അല്ലെ. ഒരു അതായത് ഏത് ബിസിനസ് ആണ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഉള്ള മെഷീൻസ് ആവശ്യമുണ്ടാവും. അതേപോലെ അതിന്റെ റോ മെറ്റീരിയൽസ് എന്തൊക്കെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കാൻ അതിന് ഡിഫറെന്റ് റോ മെറ്റീരിയൽസ് വേണ്ടി വരും. അതിനൊക്കെയാണ് അതൊക്കെയാണ് മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് മെത്തേഡ്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ ഓരോ ഡിഫറെന്റ് മെത്തേഡ്സിലായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ് നടത്തുന്നത്. ഡിഫറെന്റ് മെത്തേഡിലായിരിക്കും അതിന്റെ പ്രൊഡക്ഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനും ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അതാണ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് മെത്തേഡ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബിസിനസ് മാനേജ്മെന്റിന്റെ 5Ms എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ HRM, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഡിസിപ്ലിൻ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സബ്ജക്ട് ഡീൽ ചെയ്യുന്നത് മെൻ അല്ലെങ്കിൽ മാൻ പവർ എന്നുള്ള അതിനെയാണ്. ഓക്കെ, അതായത് ആ M ആണ്. മെൻ എന്ന് ഉദ്ദേശിക്കുന്നതിനെയാണ് ഈ HRM ഡീൽ ചെയ്യുന്നത്. അതാണ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ മാൻ പവർ എന്നോ മെൻ എന്നോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു അതിന്റെ വാല്യുബിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് അതിന് മറ്റ് ഫാക്ടേഴ്സിനേക്കാൾ അപേക്ഷിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ് ഹ്യൂമൻ റിസോഴ്സസ്. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. ഡൈനാമിക് എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ചബിൾ ആണ്.
അത് ഒരിക്കലും ഇന്ന് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കില്ല നാളെ ഫോളോ ചെയ്യേണ്ടത്. അതായത് ഹ്യൂമൻസ് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ മാനേജ്മെന്റിലും ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് ചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സസ്. അതിന്റെ മാനേജ്മെന്റ് ആക്ടിവിറ്റീസും ചേഞ്ചബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് ടാസ്ക് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ടാസ്ക് ആയിട്ടാണ് കാണുന്നത്. അതായത് അവരെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താലുള്ളൂ നമുക്ക് എഫക്റ്റീവായിട്ട്, അതായത് അവരെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സ് കറക്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ മാനേജറും ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിന്റെ ഇമ്പോർട്ടൻസിനെയും അതിന്റെ നീഡും അതിന്റെ ആവശ്യവും അതിന്റെ കൺസെപ്റ്റും ഒക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ അവെയർ ആയിരിക്കണം. എല്ലാ മാനേജേഴ്സും അതിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് HRM എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു മാനേജർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് HRM ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിൽ വരാം. എന്താണ് HRM? വാട്ട് ഈസ് HRM? HRM എന്നാൽ എന്ത്? HRM is the process of acquiring, developing, maintaining and retaining the manpower in an organization to achieve the targeted organizational goals. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ HRM എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിനെ അക്വയർ ചെയ്യുക, അവരെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുക. അല്ല, നമ്മൾ എന്ത് ചെയ്യും? റിക്രൂട്ട്മെന്റ് നടത്തും. നമ്മുടെ ജോബ് വാക്കൻസിക്ക് അനുസരിച്ച് അതിനനുയോജ്യമായ ആളുകളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും ആ ഒരു ജോബിലേക്ക്. അപ്പൊ അതിനെയാണ് അക്വയറിങ് ചെയ്യുക. അതുപോലെ അവരെ അക്വയർ ചെയ്തതിന് ശേഷം ഡെവലപ്പ് ചെയ്യുക. അവർ ആ ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അവരെ ആ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസിലേക്ക് അവരെ എത്തിക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ അവരെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ റിട്ടൈനിങ് ദ മാൻ പവർ, അവരെ ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ നിർത്താൻ പാകത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുക. അവര് ഒരു വാല്യബിൾ അസറ്റ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അവരെ എപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ട് ഗുഡ് വേസിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് ഈ ഒരു HRM എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രോസസ്സാണ്. ഇത്രയും അടങ്ങുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ HRM എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഈ ഒരു മാനേജർ ചെയ്യുന്നത് എന്തിനാണ്? ആ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ഒരു പ്രീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഗോൾ ഉണ്ടാവും. ടാർഗറ്റഡ് ആയിട്ടുള്ള ഇത് അച്ചീവ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഗോൾ ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാനേജർ ചെയ്യുന്നത്. ഇനി HRM എന്താ എന്നുള്ളത് ഡിഫറെന്റ് ഡെഫിനിഷൻസ് നമുക്ക് ഇനി നമുക്ക് HRMന്റെ ടേംസ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതെന്താ എന്ന് ഓരോ ടേം എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ടേം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? അതിൽ ഹ്യൂമൻ എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ്, മാൻ പവർ എന്നിങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതായത് ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ എന്ന് പറയുന്നത്. ആ ഒരു ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻസിനെ, എംപ്ലോയീസിനെയാണ് അതിനെയാണ് വർക്ക് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ഹ്യൂമൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ്, ആ ഒരു പർട്ടിക്കുലർ ജോബ്, ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ജോബ്സും ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള എംപ്ലോയീസ് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതായത് അഡീക്വേറ്റ് ആയിട്ടുള്ള എംപ്ലോയീസ്, ആ ഒരു ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ടുള്ള എംപ്ലോയീസ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനാണ് നമ്മൾ റിസോഴ്സ് എന്ന് ആ ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ,
ഇനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു റിസോഴ്സസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അവരെ യൂസ് ചെയ്ത് ഈ ഒരു നമ്മൾ പ്രീ സെറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷണൽ ഗോൾസിനെ അച്ചീവ് ചെയ്യുക. അതാണ് മാനേജ്മെന്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡിഫറെന്റ് എക്കണോമിസ്റ്റുകൾ HRM-ന് അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ 5 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. എഡ്വിൻ ബി ഫ്ലിപ്പോഡേയും ഡിക്കൻസോ റോബിൻസ്, ഡിസലർ, ഫ്രഞ്ച് വെൻഡൽ, സ്റ്റോറി, ഇങ്ങനെ 5 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻസ് കാണാതെ പഠിക്കണം. അത് ഡെഫിനിഷൻസിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല. അതേ കറക്റ്റ് ആ ഒരു ടേം തന്നെ എന്താണോ ആ ഒരു ആള് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അത് അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ ബൈ ഹാർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എടുത്ത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് പ്ലാനിങ്, organizing, directing and controlling of the procurement, development resources to the end that individual and societal objectives are accomplished. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് ആണ്. അവരെ ഹ്യൂമൻ റിസോഴ്സസിനെ പ്ലാൻ ചെയ്തതിന് ഏതൊക്കെ ജോബ് അവർക്ക് നൽകാം, അവരുടെ ക്വാളിറ്റീസ് അനുസരിച്ച് ഏതൊക്കെ ജോബുകൾ അവർക്ക് നൽകണം, അതേപോലെ അവരെ അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യണം, അവരെ ഡയറക്റ്റ് ചെയ്യണം, അതേപോലെ അവരെ കൺട്രോൾ ചെയ്യണം, അല്ലെ? അതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ അവരെ പ്രൊക്യൂർ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്തതിന് ശേഷം അവരുടെ സൊസൈറ്റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് സിംപിളി പറയുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻസിനെ, അവരുടെ വർക്ക് ഫോഴ്സിനെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുക. അതിലൂടെ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷണൽ ഗോള് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിക്കൻസോ ആൻഡ് റോബിൻസ് HRM ഡിഫൈൻ ചെയ്യുന്നത് HRM is a managerial process of acquiring and engaging the required workforce appropriate for the job and concerned with developing, maintenance and utilization of workforce. അദ്ദേഹം പറയുന്നത് HRM എന്ന് പറഞ്ഞാൽ അതൊരു മാനേജീരിയൽ പ്രോസസ്സാണ്. ഒരു മാനേജർ ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അതിനെ മാനേജീരിയൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ജോബിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സസിനെ അക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ജോബിന് ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക, അതേപോലെ തന്നെ ആ ജോബിൽ അവരെ എൻഗേജ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ എൻഗേജ് ചെയ്ത് അവരെ ആ ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസിലേക്ക് ഡെവലപ്പ് ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ ഈ വർക്ക് ഫോഴ്സിനെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് HRM എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഡിസല്ലർ പറയുന്നത് HRM എന്ന് പറഞ്ഞാൽ ദ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻവോൾവ്ഡ് ഇൻ ക്യാരിങ് ഔട്ട് ദ പീപ്പിൾ ഓർ ഹ്യൂമൻ റിസോഴ്സ് ആസ്പെക്ട് ഓഫ് എ മാനേജ്മെന്റ് പൊസിഷൻ ഇൻക്ലൂഡിംഗ് റിക്രൂട്ടിംഗ്, സ്ക്രീനിങ്, ട്രെയിനിങ്, റിവാർഡിംഗ് ആൻഡ് അപ്രൈസിംഗ് കംപ്രൈസസ് ഓഫ് HRM. അതായത് ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള HRM ഹ്യൂമൻ റിസോഴ്സസിനെ HRSനെ നമ്മുടെ ജോബ് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ റിക്വയർമെന്റ് അനുസരിച്ച് അവരെ റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിനെ സ്ക്രീനിങ് ചെയ്യുക, ഇവര് ഇതിന് ആപ്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സ്ക്രീനിങ്ങിൽ ഡിഫറെന്റ് ടെസ്റ്റുകളൊക്കെ കൊടുത്തിട്ടാണ് സ്ക്രീനിങ് ചെയ്യുക. അതേപോലെ ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ ആപ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള അതിന് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതിനാണ് ട്രെയിനിങ് കൊടുക്കുക. അതേപോലെ അവരുടെ വർക്കുകൾക്ക് റിവാർഡ് കൊടുക്കുക, അവർക്ക് അപ്രൈസൽ കൊടുക്കുക. ഇതൊക്കെയാണ് HRM എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്.
ഇനി ഫ്രഞ്ച് വെൻഡൽ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് ദ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഡെവലപ്മെന്റ്, യൂട്ടിലൈസേഷൻ, കോമ്പൻസേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ബൈ ദ ഓർഗനൈസേഷൻ. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിനെ അല്ലെങ്കിൽ മാൻ പവർ അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്ത എംപ്ലോയീസിനെ ഡെവലപ്മെന്റ് കൊടുക്കുക, അവരെ യൂട്ടിലൈസ് ചെയ്യുക, അവർക്ക് വേണ്ട കോമ്പൻസേഷൻസ് കൊടുക്കുക, അവർക്ക് ജോലി ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള മോട്ടിവേഷൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റോറെ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്. എംപ്ലോയ്മെന്റ് മാനേജ്മെന്റ് അതായത് എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിലുള്ള ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അതായത് നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ആ ഒരു വർക്ക് ഫോഴ്സസിനെ അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാപ്പബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് HRM-ലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം സിംപ്ലി ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണ്? HRM എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനേജ്മെന്റ്. അവരെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അവരെ റിവാർഡ് കൊടുത്ത് അപ്രൈസൽ കൊടുത്ത് ഇങ്ങനെ കോമ്പൻസേഷൻസ് മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുക. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എല്ലാ ഡെഫിനിഷൻസ് കൊണ്ടും ഉദ്ദേശിക്കുന്നത് HRM എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ചാണ് അല്ലെ. അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള അതായത് ആ ഒരു അപ്രോച്ചിന് അല്ലെങ്കിൽ HRM മാനേജ്മെന്റിന് അവിടെ ഒരു സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും, പോളിസീസ് ഉണ്ടായിരിക്കും, റൂൾസുകൾ പ്രാക്ടീസസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചാണ് HRM. അത് എങ്ങനെയാണ്? ടു അക്വയർ, മോട്ടിവേറ്റ്, ഡെവലപ്പ് ആൻഡ് മാനേജ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ അക്യൂർ ചെയ്യുക, ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ അക്യൂർ ചെയ്ത ഹ്യൂമൻ റിസോഴ്സസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക. ഇതാണ് HRM എന്നാണ് സിംപിളി പറയാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഈ ഫങ്ഷൻസ് ഒക്കെ ചെയ്യണം. അതായത് അവരെ അക്യൂർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം, ഡെവലപ്പിംഗ് ചെയ്യണം, മാനേജ് ചെയ്യണം, അവർക്ക് അപ്രൈസലുകൾ കൊടുക്കണം, കോമ്പൻസേഷൻസ് കൊടുക്കണം. ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെന്റ് പോളിസീസ് HR മാനേജേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു HR മാനേജർ, അതായത് ഈ ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനേജ്മെന്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ HR മാനേജർ എന്ന് പറയുന്നത്. അവര് എപ്പോഴും ഈ ഫങ്ഷൻസ് ചെയ്യാൻ ഡിഫറെന്റ് പോളിസീസ് ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി എവല്യൂഷൻ ഓഫ് HRM. എങ്ങനെയാണ് HRM ഡിറൈവ് ചെയ്തത്, എങ്ങനെയാണ് HRM എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നത് എന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. HRM-ന്റെ എവല്യൂഷൻ. മുൻപൊക്കെ HRM എന്ന് പറഞ്ഞാൽ HRM എന്നല്ലായിരുന്നു പറഞ്ഞത്. അതായത് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ്, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ മാനേജ്മെന്റ് എന്നായിരുന്നു ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നു ആദ്യം. അങ്ങനെ ആ പേഴ്സണൽ മാനേജ്മെന്റിലും കൂടുതലായിട്ടും ജസ്റ്റ് പേഴ്സണൽ മാനേജ്മെന്റിനേക്കാളും ഒരു വാസ്റ്റ് കൺസെപ്റ്റാണ് HRM. പേഴ്സണൽ മാനേജ്മെന്റിൽ വെറും സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ HRM എന്ന് പറഞ്ഞാൽ ഇതിന് പുറമെ ഒന്നും കൂടി ഒരു ഹ്യൂമൻസിനെ അവരൊരു മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അസെറ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വെറും ഒരു ലേബർ ആയിട്ട് മാത്രം കാണാതെ ഒന്നും കൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവരെ നമ്മുടെ ഓർഗനൈസേഷനിൽ റിട്ടേൺ ചെയ്യിക്കുക എന്നുള്ളതാണ് HRM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് പേഴ്സണൽ മാനേജ്മെന്റിനേക്കാളും ഒന്നുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് HRM. അപ്പൊ ഈ HRM ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് എന്നുള്ള ഈ കൺസെപ്റ്റിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ എൽട്ടൺ മായോ ആണ്.
എൽട്ടൺ മയോ ആണ് ആദ്യമായിട്ട് ഈ HRM എന്നുള്ളതിന് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹോത്തോൺ സ്റ്റഡിയിലാണ് അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു വർക്ക് എൻവയോൺമെന്റിൽ ആ ഒരു വർക്ക് ഫോഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി അദ്ദേഹം അതിന്റെ അവരുടെ മാനേജ് ചെയ്യുന്നതും അതിന്റെ എത്രത്തോളമാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരെ മാനേജ് ചെയ്യുമ്പോഴുള്ള പ്രൊഡക്ടിവിറ്റി, അവരെ മാനേജ് ചെയ്യാത്ത സമയത്തുള്ള പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ മെഷർ ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ റിലേഷൻസിൽ, അതായത് വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഈ ഹ്യൂമൻ റിലേഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ മറ്റൊരാളാണ് എൽട്ടൺ മയോ പോലെ മറ്റൊരു ആളാണ് റോബർട്ട് ഓവൻ. അദ്ദേഹം ആണ് വർക്കേഴ്സിന് ആദ്യമായിട്ട് 8 hour വർക്ക് പെർ ഡേ എന്നുള്ളത് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഒരു വർക്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അവർക്ക് അവരുടെ എമ്പതി അനുസരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കൂടുതൽ പ്രഷറുകൾ കൊടുക്കാതെ വെറും 8 hour വർക്ക് പെർ ഡേ എന്നുള്ളത്, അതായത് 1 day 8 hour വർക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത് റോബർട്ട് ഓവൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ വർക്ക് പ്ലേസിലുള്ള വർക്കിംഗ് കണ്ടീഷൻസിലൂടെ ഇംപ്രൂവ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹൈജീൻ ഫാക്ടേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരുടെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തത്. ഓക്കെ, അതേപോലെ മറ്റൊരു ആളാണ് ഫ്രെഡറിക് W. ടൈലർ. ഓക്കെ, അതായത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആയിട്ടാണ് ഈ ടൈലർ അറിയപ്പെടുന്നത്. അദ്ദേഹം ആണ് ഈ ഒരു വർക്ക് ഫോഴ്സിനെ സയന്റിഫിക് ആയിട്ട് മാനേജ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു നോർമൽ മാനേജിങ് അല്ല, സയന്റിഫിക്കലി ആ ഒരു വർക്ക് ഫോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് പ്രൊമോട്ട് ചെയ്തത് ഫ്രെഡറിക് W. ടൈലർ ആണ്. ഓക്കെ, അതിന് അദ്ദേഹം 4 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ്, ഇവാലുവേറ്റ് എ ടാസ്ക് ബൈ ഡിസെക്ടിങ് ഇറ്റ്സ് കമ്പോണൻസ്. ഒരു ടാസ്കിനെ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു എംപ്ലോയീസിന് ഒരു ടാസ്ക് കൊടുക്കണം. ആ ടാസ്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു ജോബ്, അദ്ദേഹത്തിന് കൊടുക്കുന്ന ജോബ്. ഓക്കെ, ആ ഒരു ജോബിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഒരു ടാസ്ക് ഉദ്ദേശിക്കുന്നത് ആ ജോബിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഓരോ എംപ്ലോയീസിനും അത് ഡിസെക്ട് ചെയ്ത് കൊടുക്കണം. അതായത് പാർട്ടാക്കിയിട്ട് കൊടുക്കണം എന്നാണ്. കൂടുതൽ വർക്ക് പ്രഷർ കൊടുക്കാതെ ഓരോ പാർട്ടുകൾ ഓരോ എംപ്ലോയീസിന് കൊടുക്കുക. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ പാർട്ടാണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് ഒരു എംപ്ലോയി, അതിനെ കൺവേർട്ട് ചെയ്യുന്നത് മറ്റൊരാൾ. അത്തരത്തിലുള്ള പാർട്ടുകളാക്കിയിട്ട് ഈ ടാസ്കിനെ പാർട്ടുകളാക്കിയിട്ട് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സെലക്ട് എംപ്ലോയീസ് ദാറ്റ് ഹാഡ് അപ്രോപ്രിയേറ്റ് സ്കിൽ ഫോർ എ ടാസ്ക്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം. അവർക്ക് ആ ടാസ്ക് ചെയ്യാനുള്ള കഴിവുകളും ക്വാളിറ്റീസും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള സ്കിൽസ് ഉള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ ആ ഒരു സ്പെസിഫിക് ടാസ്ക് കൊടുക്കേണ്ടത്. ആ ഒരു ടാസ്കിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉള്ള ആളുകൾക്ക് ആ ഒരു ടാസ്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിനുള്ള അത്തരത്തിലാണ് എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഒരു ജോബ് ചെയ്യാൻ ഭയങ്കര പ്രഷർ അനുഭവിക്കുന്ന, ഈസി ആയിട്ട് ചെയ്യുന്ന ഒരാളും അത് പ്രഷറിൽ ചെയ്യുന്ന ഒരാളും വ്യത്യാസമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈസി ആയിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ഒരു സ്പെസിഫിക് ടാസ്ക് ഈസി ആയിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ആ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ പ്രൊവൈഡ് വർക്കേഴ്സ് വിത്ത് ഇൻവെന്റീവ്സ് ആൻഡ് ട്രെയിനിങ് ടു ഡു എ ടാസ്ക്. ഓക്കെ, അതേപോലെ വർക്കേഴ്സിന് ഇൻവെന്റീവ്സ് അല്ല ഇൻസെന്റീവ്സ്, അതായത് അവർക്ക് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുക, അതേപോലെ ട്രെയിനിങ് കൊടുക്കുക. ആ ഒരു ടാസ്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അതിന്റെ മുൻപ് അവർക്ക് കൊടുത്തിരിക്കണം. എന്നാലാണ് അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഓക്കെ, ഇനി യൂസ് സയൻസ് ടു പ്ലാൻ ഹൗ വർക്കേഴ്സ് പെർഫോംസ് ദെയർ ജോബ്. അതേപോലെ നമ്മൾ ആ ഒരു വർക്കേഴ്സ് അവരുടെ ജോബ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നുള്ളത് എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവർക്ക് സയൻസ് യൂസ് ചെയ്യണം എന്നാണ്. അതായത് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റ്. അതായത് സയന്റിഫിക് ആയിട്ട് എങ്ങനെയാണ് അവരുടെ ജോബ് പെർഫോം ചെയ്യുന്നുള്ളത് എന്നാണ് അത് നോക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് വരുന്നത് അദ്ദേഹം ഈ ഒരു HRMന്റെ അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്നാണ് FW ടൈലർ അറിയപ്പെടുന്നത്. അതായത് ഫ്രെഡറിക് W ടൈലർ. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സസ് അപ്രോച്ച്. ഹ്യൂമൻ റിസോഴ്സസ് അപ്രോച്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എല്ലാ എംപ്ലോയീസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെ? യുണീക്ക് ആയിട്ടുള്ള, ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്, ഓരോ പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ പേഴ്സണലി എല്ലാവരും എന്താണ്, യുണീക്കാണ്, എല്ലാവരും വ്യത്യസ്തരാണ്. അതേപോലെ തന്നെ അവർക്കൊക്കെ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഡിഫറെന്റ് നീഡ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിനുള്ള നീഡ് ആയിരിക്കില്ല മറ്റൊരു ഇൻഡിവിജ്വലിനുള്ളത്. അപ്പൊ അവരുടെ നീഡ്സും വാണ്ട്സും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ചിൽ പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിഫറെന്റ് നീഡ്സ് ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള വിഷസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ വർക്കേഴ്സിനും ഒരേപോലെയല്ല നമ്മൾ ടാസ്കുകൾ അക്കംപ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസും ഒരേപോലെയല്ല ഈ ടാസ്കുകളൊക്കെ അച്ചീവ് ചെയ്യുക. അപ്പോൾ ഓരോ വർക്കറും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ അവർക്ക് ജോബ് അസൈൻ ചെയ്യേണ്ടത്. അവർക്ക് ജോബ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവരൊക്കെ യുണീക്കാണ്, അതേപോലെ തന്നെ അവരുടെ ക്യാരക്ടർ ഡിഫറൻസ് ആണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു വർക്കറെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല മറ്റ് വർക്കറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസുകളാണ് പറയുന്നത്. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വന്നത് എന്നാണ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് മോഡേൺ കൺസെപ്റ്റ് ആണ്, അല്ലെ? അതായത് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത് ഡിഫറെന്റ് സ്റ്റേജസുകളിലൂടെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എമർജിങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് HRM. ഇപ്പൊ HRMനെ നമ്മൾ ഒരു ഡിസിപ്ലിൻ ആയിട്ട്, ഒരു പാഠ്യേതര വിഷയമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഇത്തരത്തിൽ വന്നത് ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ആദ്യ കാലങ്ങളിൽ ഈ ഒരു HRMനെ അതിന്റെ കൺസെപ്റ്റ് ഒരു കമ്മോഡിറ്റി കൺസെപ്റ്റ് ആയിരുന്നു. അത് ലേബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി, ഒരു സാധനമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അവരെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി പോലെ ആയിരുന്നു അവരെ കണക്കാക്കിയിരുന്നത്. അവരെ ജസ്റ്റ് സെലക്ട് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും, അവർക്ക് റിവാർഡ് കൊടുക്കും, അവരെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു കമ്മോഡിറ്റി പോലെ ആയിരുന്നു അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. അടുത്തൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേജ്, പിന്നീട് ഈ ഒരു കമ്മോഡിറ്റി സ്റ്റേജ് മാറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആയി. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്നുള്ളത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറി. നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സുകളായിട്ടുള്ള മെഷീനറി, മെറ്റീരിയൽ, മെത്തേഡ്സ്, മണി, ഈ കാര്യങ്ങളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, അതിനോടൊപ്പം വേണ്ടുന്ന ഒരു ഫാക്ടർ ആയിട്ട് പിന്നീട് ഈ ഒരു എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി, അല്ലെ? അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഡിഫറൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് വന്നതോടെയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ, മെഷീനറി, ലാൻഡ്, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് എംപ്ലോയീസിനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ്, അത് കഴിഞ്ഞ് വന്നൊരു കൺസെപ്റ്റ് ആണ് പാറ്റേണലിസ്റ്റിക് കൺസെപ്റ്റ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എംപ്ലോയേഴ്സ് ഇവരെ ഒരു ഫാദർ അപ്രോച്ച് ആണ്. അതായത് എംപ്ലോയേഴ്സ് ഒരു ഫാദർ അപ്രോച്ച് ചെയ്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഈ മാനേജേഴ്സിന് ഉണ്ടായിരുന്നത്. എംപ്ലോയേഴ്സിന് ഒരു ഫാദർ അപ്രോച്ച് ആയിരുന്നു ഈ എംപ്ലോയീസിനോട് ഉണ്ടായിരുന്നത്. ആ ഒരു പാറ്റേണലിസ്റ്റിക് കൺസെപ്റ്റ് മാറിയിട്ട് പിന്നെ വന്നതാണ് ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ്. ഇതിൽ വരുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട്
ഈ ഒരു എംപ്ലോയറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അവരുടെ റൈറ്റ്സും അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനും അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു തരത്തിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ സോഷ്യലായിട്ടും സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷന്റെ വർക്ക് പ്ലേസിലുള്ള എല്ലാ പ്രോബ്ലംസും അവരുടെ പ്രൊഡക്ടിവിറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ കൺസെപ്റ്റിന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ വീണ്ടും മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു ഹോത്തോൺ എക്സ്പെരിമെന്റ് ഓഫ് ഡഗ്ലസ് എം മെക്ഗ്രിഗർ. അദ്ദേഹത്തിന്റെ ഹോത്തോൺ എക്സ്പെരിമെന്റ് എന്നും ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിനെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഹ്യൂമൻ റിലേഷൻസിന്റെ കൺസെപ്റ്റ്, ഹ്യൂമൻ റിലേഷൻസ് കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് അവരെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത്, അതായത് അവർക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത്, അവരുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സോൾവ് ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് അത്തരത്തിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ആ ഒരു ഒബ്ജക്റ്റീവ്, നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഇത് മാറി വന്നൊരു കൺസെപ്റ്റാണ് ബിഹേവിയറൽ ഹ്യൂമൻ റിസോഴ്സ് കൺസെപ്റ്റ്. ഇത് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ് ബിഹേവിയറൽ ഹ്യൂമൻ റിസോഴ്സ് കൺസെപ്റ്റ്. അതൊക്കെ മനസ്സിലാക്കി അവർക്ക് അതിനനുയോജ്യമായിട്ടുള്ള ജോബ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിൽ വരുന്നത്. അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ടും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതേപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, അവര് ചേഞ്ചബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് അവരുടെ ഡിഫറെന്റ് ഗ്രൂപ്പ്സുകളിലേക്കൊക്കെ ചേഞ്ച് ചെയ്യുക, ഡിഫറെന്റ് ഗ്രൂപ്പായിട്ട് തിരിച്ച് അവർ ഡിഫറെന്റ് ഗ്രൂപ്പുകളിലേക്ക് ചേഞ്ച് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച്, അതായത് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് ആക്കി ചേഞ്ച് ചെയ്തിട്ട് അതേപോലെ അവരുടെ കോൺഫ്ലിക്ട്സുകളൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അത്തരത്തിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ വാല്യുബിൾ ആയിട്ടുള്ള അസെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് കൺസെപ്റ്റിൽ ഇതിന്റെ പ്രീ സ്റ്റേജിൽ ഈ ഹ്യൂമൻ ബീയിങ് ഒരു ലേബർ, അതായത് ഒരു കമ്മോഡിറ്റി ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പിന്നീട് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പിന്നീട് ഈ എംപ്ലോയീസിനെ കണ്ടിരുന്നത്. അടുത്ത സ്റ്റേജിൽ ഒരു ഫാദർ പ്രൊട്ടക്റ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു എംപ്ലോയീസിനോട് ഉണ്ടായിരുന്നത്. തേർഡ്, ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിൽ അവരുടെ എല്ലാ സൈക്കോളജിക്കൽ സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് ഡ്യൂട്ടി, ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ അവരെ കണ്ടുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ബിഹേവിയറൽ ഹ്യൂമൻ റിസോഴ്സ് കൺസെപ്റ്റിൽ അവരാണ് മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊട്ടക്ഷനേക്കാൾ ഇമ്പോർട്ടൻറ്റ്, ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് അവർ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്വത്താണ്, ഒരു ഓർഗനൈസേഷന്റെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്വത്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് എമർജിങ് കൺസെപ്റ്റ് എന്ന് പറയും. അതിൽ എംപ്ലോയീസിനെ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ട്നേഴ്സ് ആയിട്ടാണ് അതായത് അവരൊരു എന്താണ് മുന്നത്തെ ഇതിൽ പറഞ്ഞ പോലെ ഒരു വാല്യുബിൾ അസറ്റ് എന്നതിലുപരി അവർ ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പാർട്ട്ണർ ആയിട്ട് അവരെ കൺസിഡർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ദ എമർജിങ് കൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണ് HRM എന്നുള്ള ഒരു കാര്യം എമർജ് ചെയ്തത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എമർജ് ചെയ്തത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് HRM. മുൻപ് നമ്മൾ പറഞ്ഞു പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ അത് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളത് ചേഞ്ച് ആയിട്ട് ഒന്നും കൂടി വാസ്റ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് HRM എന്നുള്ളത്. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് അപ്രോച്ച്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് അപ്രോച്ചും പേഴ്സണൽ മാനേജ്മെന്റിന്റെ അപ്രോച്ചും.
അതിൽ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റിൽ ഷോർട്ട് ടേം അപ്രോച്ച് ആണ്, റിയാക്റ്റീവ് ആണ്, അഡ്ഹോക്ക് ആണ്. ഓക്കെ, അതായത് ജസ്റ്റ് ഷോർട്ട് ടേമിൽ അവരെ ജസ്റ്റ് അക്യൂർ ചെയ്യുന്നു, അവരെ സ്റ്റാഫിങ് ചെയ്യുന്നു, അവരെ ഡെവലപ്പ് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള റിവാർഡ് കൊടുക്കുന്നു. അത്ര ജസ്റ്റ് അത്ര ഉള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, അതായത് അവര് ആ ഒരു ജോബ്, ഈ ഒരു എംപ്ലോയി എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ എന്നുള്ളത് ആ ഒരു ജോബിന് മാത്രമായിട്ടുള്ള ഒരാളാണ്. അത്തരത്തിൽ കണ്ട് ആ ഒരു പ്രത്യേക കാര്യത്തിനുള്ള ഒരു ആളാണെന്ന് അഡ്ഹോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രത്യേക കാര്യത്തിനുള്ള ഈ ഒരു പ്രത്യേക ആവശ്യത്തിനുള്ള ഒരാളാണ് എന്ന് കണ്ട് മാത്രം അവരെ ഡീൽ ചെയ്യുന്ന ഒരു അപ്രോച്ച് ആയിരുന്നു പേഴ്സണൽ മാനേജ്മെന്റിനുള്ളത്. എന്നാൽ HRM-ന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് HRM-ന്റെ അപ്രോച്ച്, സോറി മാനേജ്മെന്റ് അല്ല, HRM-ൽ ഒരു എംപ്ലോയിയുടെ അടുത്തുള്ള അപ്രോച്ച് എന്ന് അവരെ ട്രീറ്റ് ചെയ്തിരുന്നത് ലോങ് ടേമിലേക്ക്, അതായത് ഇവരെപ്പോഴും ഈ ഒരു ഓർഗനൈസേഷന്റെ എൻഡ് വരെ, ഈ ഓർഗനൈസേഷൻ അതായത് ലോങ് ടേം പ്രോസസ് ആണ്, അവർ ഇതിൽ അവസാനം വരെ എന്നും ഈ ഓർഗനൈസേഷനിൽ അവർ ഉണ്ടായിരിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് HRM-ൽ ഉള്ളത്. അവരെപ്പോഴും ഇന്റഗ്രേറ്റഡ് ആയിട്ട്, അതായത് എംപ്ലോയർ റിലേഷൻ ഭയങ്കര അതായത് ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പ് പോലെയാണ് ഈ ഒരു HRM-ൽ എംപ്ലോയീസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അടുത്തത് എംപ്ലോയി റിലേഷൻസ്. പേഴ്സണൽ മാനേജ്മെന്റിൽ എംപ്ലോയീസിന്റെ റിലേഷൻസ് എന്ന് പറയുന്നത് പ്ലൂറലിസ്റ്റ്, കളക്റ്റീവ്, ലോ ട്രസ്റ്റ്. അതായത് എംപ്ലോയീസിനെ അവരെ ഒരു ജസ്റ്റ് ഒരു എംപ്ലോയീസ് ആണ് എന്ന് മാത്രം കണക്കാക്കിക്കൊണ്ട് അവരെ അധികം വിശ്വസിക്കാതെ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എംപ്ലോയേഴ്സിന്റെ അടുത്തുനിന്നുണ്ടായിരുന്നത്. അതായത് അവര് വ്യത്യസ്തമായിട്ടുള്ള ഒരാളുകളാണ്, മറ്റ് ഫാക്ടേഴ്സ് പോലെ തന്നെ ഒരാളാണ്. അവരെ ട്രസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു രീതിയായിരുന്നു പേഴ്സണൽ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ HRM-ലേക്ക് വരുമ്പോൾ അത് യൂണിറ്ററിസ്റ്റ്, ഇൻഡിവിജ്വലൈസ്, ഹൈ ട്രസ്റ്റ്. അവര് യൂണിറ്ററിസ്റ്റ് ആണ്. അവര് കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എംപ്ലോയിനെ നമ്മൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ട് അവര് നമ്മുടെ ഓർഗനൈസേഷന് അവര് ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾ അവർ അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു ട്രസ്റ്റ് അവരുടെ മേലിലുണ്ടായിരുന്നു. അവരൊരു കറക്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ആണ് അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ യൂണിറ്ററിസ്റ്റ്. ഓക്കെ, അതായത് അവര് നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ഒരു യൂണിറ്റ്, അതായത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അസെറ്റാണ് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ഒരു റിലേഷൻ ആയിരുന്നു എംപ്ലോയർ എംപ്ലോയീസ് തമ്മിലുള്ള, കൊളീഗ്സ് തമ്മിൽ ഉള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അവരുടെ എംപ്ലോയീസിന്റെ റോൾ എന്നുള്ളത് സ്പെഷ്യലിസ്റ്റ് റോളായിരുന്നു. അതായത് ഓരോ ജോബിനും അതിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ അലോക്കേറ്റ് ചെയ്യും. എന്നാൽ HRM-ൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റോളാണ്. ഓക്കെ, അതായത് എല്ലാ അതായത് ഓരോ ഓർഗനൈസേഷന്റെ എല്ലാത്തിലും ഈ ഒരു എംപ്ലോയി ഇന്റഗ്രേറ്റ്, അതായത് അതിലും അതായത് അവരുടെ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്ത് എല്ലാ റോൾസിലും അവര് ഇന്റഗ്രേറ്റ് ചെയ്യാണ്, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാണ്. ഓക്കെ, അത്തരത്തിലാണ് HRM-ൽ എംപ്ലോയീസിന്റെ റോൾ പറയുന്നത്. ഇനി അതിന്റെ സ്ട്രക്ചറിൽ പേഴ്സണൽ മാനേജ്മെന്റിൽ ബ്യൂറോക്രാറ്റിക്, സെൻട്രലൈസ്ഡ്, അതായത് എംപ്ലോയർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ എംപ്ലോയർ ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എംപ്ലോയീസിന് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു പേഴ്സണൽ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ HRM-ൽ ഫ്ലെക്സിബിൾ ആൻഡ് ഡീസെൻട്രലൈസ്ഡ്, അതായത് എപ്പോഴും അവരുടെ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് ആ ഒരു മാനേജറിന്റെ ഡ്യൂട്ടീസ്, റോൾസ് കൂടി അവരിലേക്ക് കൊടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ആണ് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, അതായത് അവർക്ക് പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് അതിനുള്ള ഒരു
ആ ഒരു ജോബ് ചെയ്യുന്നതിലുള്ള ഒരു റോള്, ഒരു പ്രത്യേക റോള് കൊടുത്ത് അവരെ ആ ഒരു ജോബ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു HRM കൺസെപ്റ്റ്, HRMന്റെ സ്ട്രക്ചർ. ഓക്കെ, അതായത് ആ ഒരു ജോബിൽ അവരായിരിക്കും മെയിൻ ആയിട്ടുള്ള ആളുകൾ. മെയിൻ ആയിട്ട് ആ ഒരു എംപ്ലോയി ആയിരിക്കും ആ ജോബ് തീരുമാനിക്കുന്നതും അത് ചെയ്യുന്നതും. അത്തരത്തിലാണ് ഈ ഒരു സ്ട്രക്ചർ, HRM സ്ട്രക്ചർ ഉള്ളത്. അതായത് ഈ ഒരു തീരുമാനമെടുക്കുന്നതും ആ ഒരു ജോബ് എങ്ങനെ ചെയ്യണം എന്നുള്ള തീരുമാനമെടുക്കുന്നതും ഈ ഒരു എംപ്ലോയി ആയിരിക്കും. മറ്റേ പേഴ്സണൽ മാനേജ്മെന്റിൽ എന്താണ്, ആ ഒരു എംപ്ലോയർ തീരുമാനിക്കുന്നത് എന്താണോ അത് പതേപടി അനുസരിക്കലാണ് എംപ്ലോയിന്റെ റോള്, അല്ലെ? എന്നാൽ HRMൽ ആ ഒരു മാനേജർ അയാളുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. ആ എംപ്ലോയി ആണ് ആ ഒരു തീരുമാനം, ആ ഒരു ജോബ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്ന ഫോക്കസ്. പേഴ്സണൽ മാനേജ്മെന്റിന് അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് കോസ്റ്റ് മിനിമൈസേഷൻ, അതായത് അവരുടെ കോസ്റ്റ്, ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി വരുന്ന കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്ന് മാത്രമായിരുന്നു അതിന്റെ ഫോക്കസ്. എന്നാൽ HRMൽ മാക്സിമം യൂട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ എംപ്ലോയീസിനെ മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അവരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഗോൾസ് അച്ചീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് അതിന്റെ ഡിഫറൻസ് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് HRM ആൻഡ് ഇറ്റ്സ് എവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള HRMും ഇന്ത്യയിൽ എങ്ങനെയാണ് HRM എവല്യൂഷൻ ചെയ്തത് എന്നാണ് പറയുന്നത്. ഏർലി 1980s ഈ ഒരു HRM എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യയിൽ വന്നത്. അതായത് മിസ്റ്റർ ഉഡായ് പരീഖ് ആൻഡ് മിസ്റ്റർ ടി ലിമിറ്റഡ് പോലെയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലാണ് HRM മൂവ്മെന്റ് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. മുന്നേ പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നു, അതിൽ നിന്നുള്ള വാസ്റ്റ് കൺസെപ്റ്റ് ആണ് HRM എന്ന് നമ്മൾ പറഞ്ഞു. ആ HRM മൂവ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മൂവ്മെന്റ്, കൂടുതലായിട്ടും ആദ്യം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയിലെ സർവീസ് സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗ്രോവിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള അതിൽ നിന്നൊരു അതിന്റെ ചേഞ്ച് അത്യാവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സർവീസ് സെക്ടർ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളതിൽ നിന്നും മാറി HRM, അതായത് അവര് ജസ്റ്റ് സ്റ്റാഫിങ് ചെയ്യുക, ഡയറക്റ്റിംഗ് ചെയ്യുക, കോർഡിനേറ്റിംഗ് ചെയ്യുക, ഇത് മാത്രമല്ലാതെ അവർക്ക് അവരെ ഡീസെൻട്രലൈസ് ചെയ്യുക, റോൾ ഡീസെൻട്രലൈസേഷൻ, അതേപോലെ അത്രയും ഡയഗണൽ അവരെ എന്താണ്, അവരെ ഒന്നും കൂടി പാർട്ട്ണർ എന്ന രീതിയിൽ കണക്കാക്കുക എന്നുള്ളതാണ് HRMൽ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യം വന്നിട്ടുള്ളത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഈ ഒരു HRM മൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസുകളാണ്. ഓക്കെ, ഇനി ഈ ഒരു പുതിയ സിനാരിയോയില് ഒരു എംപ്ലോയിയുടെ പ്രൊഫൈൽ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒരു എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള ഒരു എംപ്ലോയി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, എത്തരത്തിലാണ്, ഏത് എംപ്ലോയീസിനെയാണ് ഒരു ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്യുക എന്ന് ആണ് പറയുന്നത്. അതായത് എംപ്ലോയീസ് എപ്പോഴും 20 and 30s ഇടയിലായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനറൽ അവയർനെസ് കൂടുതലുള്ള എംപ്ലോയീസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു ഓർഗനൈസേഷനേക്കാൾ കൂടുതൽ പ്രൊഫഷനുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കണം. അതേപോലെ തന്നെ ഓർഗനൈസേഷനിലുള്ള മൊബിലിറ്റി, എംപ്ലോയീസിന്റെ ലെവൽ ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. ഇത്തരത്തിലാണ് എംപ്ലോയി പ്രൊഫൈല് വരുന്നത്. ഒരു എംപ്ലോയി അത്തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് പുതിയ സിനാരിയോയിൽ സെലക്ട് ചെയ്യുന്നത്. അതായത് മൊബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച്, ഒരു എംപ്ലോയീസിന്റെ ചേഞ്ച്. ഓക്കെ, അതേപോലെ തന്നെ ഓർഗനൈസേഷൻസ് മുന്നേ പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഇതിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ കൂടുതലായിട്ടും ഓർഗനൈസേഷൻസ് പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ടേം ചേഞ്ച് ചെയ്തിട്ട്
അപ്പൊ അതിന്റെ ടേം നെയിം എന്താണ്? ഇപ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഓക്കെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഡിഫറെന്റ് സ്റ്റേജസിലാണ്, ഡിഫറെന്റ് ഓർഗനൈസേഷനിലും ഡിഫറെന്റ് സ്റ്റേജസിലാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് അവരെ ബിസിനസ് പോളിസീസുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് ഓർഗനൈസേഷന്റെ ബിസിനസ് പോളിസിസിലൊക്കെ ഈ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ HR സ്ട്രാറ്റജീസിലൊക്കെ HR പ്രിപ്പയർ ചെയ്യുക. അതായത് ഈ എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അവര് ഏത് ജോബിലൊക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് അവരുടെ ക്വാളിറ്റീസ് ആൻഡ് സ്കിൽസിനനുസരിച്ച് ഏത് ജോബിൽ അവരുടെ കൂടുതൽ പ്രഷർ കൊടുക്കാതെ, വർക്ക് പ്രഷർ ഇല്ലാതെ അത്തരത്തിലുള്ള ജോബ്സിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ HR പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടത്തുക. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, ഏതൊക്കെ ജോബിന് ഏതൊക്കെ രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സസുകളാണ് ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. അതിന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക. അവർക്ക് ഇൻഡക്ഷൻ, അതായത് ഇൻഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുക, കോമ്പൻസേഷൻ കൊടുക്കുക, അവരുടെ കരിയർ പ്ലാനിങ് കൊടുക്കുക, അതേപോലെ കോമ്പിറ്റൻസി മാപ്പിംഗ്, അതേപോലെ പെർഫോമൻസ് മാനേജ്മെന്റ്, അവരുടെ പെർഫോമൻസിനെ മാനേജ് ചെയ്യുക. ഇതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് HRM. ഓക്കെ, ഇനി HRMന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സിൽ HRM ഒബ്ജക്റ്റീവ്സ്, സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് ലീഗൽ കോംപ്ലയൻസ്, ബെനഫിറ്റ്സ്, യൂണിയൻ മാനേജ്മെന്റ്, റിലേഷൻസ്. അതായത് ഹ്യൂമൻ റിസോഴ്സസിന് സൊസൈറ്റിയിൽ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊസൈറ്റൽ ആയിട്ടുള്ള സോഷ്യൽ ബീങ്സ് ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ലീഗൽ ആയിട്ടുള്ള കോംപ്ലയൻസ്, സൊസൈറ്റിയിലുള്ള ബെനഫിറ്റ്സ്, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ബെനഫിറ്റ്സ്, യൂണിയൻ, അതേപോലെ മാനേജ്മെന്റ് റിലേഷൻസ്, മാനേജ്മെന്റും സൊസൈറ്റിയിലുള്ള യൂണിയൻസും തമ്മിലുള്ള റിലേഷൻ. ഇതൊക്കെയാണ് സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്, എംപ്ലോയീസിന്റെ റിലേഷൻസ് എമംഗ് ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന്റെ റിലേഷൻസ്, അവരുടെ സെലക്ഷന്, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുക, അതേപോലെ അപ്രൈസൽ, പ്ലേസ്മെന്റ്. ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അതേപോലെ അസസ്മെന്റ്, അവരുടെ പെർഫോമൻസ് അസസ്മെന്റ് ആണ്, അവരെങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് അപ്രൈസൽ, പ്ലേസ്മെന്റ്, അസസ്മെന്റ്. അവരുടെ അപ്രൈസലുകൾ മാനേജ് ചെയ്യുക, അവരെ പ്ലേസ്മെന്റ് ചെയ്യുക, അവർ ഏത് ജോലിയിലാണ് അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ പ്ലേസ്മെന്റ് ചെയ്യുക. എന്നിട്ട് അവരെ കറക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുക. അടുത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അവർക്ക് ഡെവലപ്മെന്റും പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ അപ്രൈസൽ, പ്ലേസ്മെന്റ്, കോമ്പൻസേഷൻ, അസസ്മെന്റ്. ഇതൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിലും വരുന്നത്. ഓക്കെ, അതായത് ഒരു എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്ത എംപ്ലോയീസിനെ നമ്മൾ അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുത്തു. അതേപോലെ അപ്രൈസൽ കൊടുത്തു. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജോബ് ചെയ്താൽ അവർക്ക് എത്രയാണ് അതിന്റെ സാലറി എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കലാണ് ഈ ഒരു അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക, ജോബിൽ പ്ലേസ്മെന്റ് കൊടുക്കുക, അവർക്ക് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക, എന്നിട്ട് അവരെ അസസ് ചെയ്യുക, അവർ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുക. ഇതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.